അമേരിക്ക ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്, ഒരു ശക്തിയോടുകൂടിയുള്ള ഒരു പൊസിഷൻ, ഒരു സാമ്പത്തിക പൊസിഷനിൽ നിന്നല്ല ഈ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക ഓൾറെഡി $37 ട്രില്യൺ നാഷണൽ കടമായിട്ടുള്ള രീതിയിൽ അവരുടെ ആ ഭാഗത്ത് തന്നെ ഉണ്ട്. മില്യനോ ബില്യനോ അല്ല, $37 ട്രില്യൺ. അമേരിക്കൻ ഗവൺമെൻറ് അതിൻ്റെ കൂടെ ഓരോ ദിവസവും കൂടുതൽ കടം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിസിറ്റ് തന്നെ മാസങ്ങൾക്കുള്ളിൽ $1 ട്രില്യൺ കവിഞ്ഞു. ആൻഡ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഓരോ ദിവസവും $1 ബില്യൺ എ ഡേ എന്ന് പറയുന്ന ഈ കണക്കിൽ ഈ യുദ്ധവും മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, യുദ്ധങ്ങൾക്കുള്ള പണം ചെലവഴിക്കുന്നത് ആ രാജ്യത്തിൻ്റെ കയ്യിൽ എന്തുമാത്രം പണം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ആ യുദ്ധങ്ങൾക്കുള്ള പൈസ കൊടുക്കുന്നത് എന്തുമാത്രം പണമാണ് ആ രാജ്യം വായ്പ എടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൂടുതൽ യുദ്ധം എന്ന് പറയുമ്പോൾ കൂടുതൽ വായ്പ എടുക്കും, കൂടുതൽ വായ്പ എടുക്കുമ്പോൾ കൂടുതൽ കടം എടുക്കുമ്പോൾ കൂടുതൽ പലിശ കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയം വരും, ഒരു രാജ്യത്തിന് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പെട്ടെന്നല്ല കൊളാപ്സ് നടക്കുന്നത്, അതിൻ്റെ ആ മേധാവിത്വത്തെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുവാൻ, അതിൻ്റെ ആ ബേർഡൻ എടുത്തുകൊണ്ട് പോകുവാൻ പറ്റാത്ത ഒരു സമയം വരും. അപ്പോൾ ഈ ഒരു യുദ്ധം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതലായിട്ടുള്ള കടം അമേരിക്കയുടെ മേൽ വരികയും, അങ്ങനെ അതിനി മുന്നോട്ട് പോകുമ്പോൾ ഇനി അടുത്ത വരുവാൻ പോകുന്ന പ്രസിഡന്റ്, ട്രംപ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രസിഡന്റ് എത്ര ലിബറൽ ആണെങ്കിലും ആ ഒരു പ്രസിഡൻസിയുടെ കീഴിലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കായിരിക്കുമോ നീങ്ങുന്നത്? അത് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാണുക, പ്രതിദിനം $1 ബില്യൺ അമേരിക്ക യുദ്ധത്തിനായി ചെലവാക്കുന്നു. ഇത് അവസാനത്തിൻ്റെ ആരംഭമോ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ.